ഒരു കുഞ്ഞ് ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുമ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ എന്തുമാത്രം നല്ല കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകും. നീലാകാശവും നീലക്കടലും പുഴകളും പൂക്കളും നക്ഷത്രങ്ങളൊക്കെ തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ ഈ ഭൂമുഖത്തെ സകലവിധ നല്ല കാഴ്ചകൾക്കും ആ കുഞ്ഞു കണ്ണുകൾ കൊതിക്കുന്നുണ്ടാകും. എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവർ നമുക്ക് മുമ്പിലൂടെ ഇങ്ങനെ പൂമ്പാറ്റകളെപ്പോലെ പാറി നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ജനിച്ച് വീഴുന്നത് തന്നെ പാതി ജീവനുള്ള ഒരു ഗർഭപാത്രത്തിൽ നിന്ന്. ചുറ്റിലും രക്തം വാർന്നൊഴുകുന്ന ശരീരങ്ങൾ, ബോംബുകളും വെടികളും പീരങ്കികളും ശബ്ദങ്ങളും കോലാഹലങ്ങളും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും ആർപ്പുവിളികളും രോദനങ്ങളും. ഫലസ്തീനിലെ പല ജീവിതങ്ങളും പല കുഞ്ഞുങ്ങളും ലോകം കണ്ടു തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. വിശന്നൊട്ടിയ വയറുമായിട്ട് അന്നത്തിന് വേണ്ടി വരി നിൽക്കുന്ന നിലവിളി കൂട്ടുന്ന പച്ച മനുഷ്യരെ വരെ വെടിവെച്ച് കൊല്ലാൻ മടിയില്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏകദേശം 2023 ഫലസ്തീനെക്കുറിച്ച് ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകത്തിൻ്റെ കവർ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. ബുക്ക് പ്ലസ് പുറത്തിറക്കിയ ഒരു പുസ്തകമായിരുന്നു അത്. ദിനോസറുകളുടെ മാർച്ച് എന്നായിരുന്നു അതിൻ്റെ പേര്. ആ പേരിൽ തന്നെ ഒരു കവിതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇരമ്പി വരുന്ന ഇസ്രായേലി പീരങ്കികളുടെ ശബ്ദങ്ങൾ ദിനോസറുകളുടെ അലർച്ച പോലെ ഗർജനം പോലെ അനുഭവപ്പെടുന്ന ഒരു കേവല ഫലസ്തീൻ ജീവിതം, ആ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ഫലസ്തീൻ ജീവിതങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമായിരുന്നു അത്. അതിൻ്റെ കവർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാവ്യാത്മകമായ പേരിനുള്ളിലെ കവിതയെ പുറത്തെടുത്ത് അതൊന്ന് ചിത്രീകരിക്കേണ്ട ഒരു റിസ്ക്കേ എനിക്കുണ്ടായിരുന്നുള്ളൂ.